സ്റ്റാഫിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവനെ പറഞ്ഞ് വിലക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. പവികാന്തനാ? ആ അത് വിലക്കിയല്ല ഞാൻ. എവിടെ വിലക്കി? ഞാൻ അവൻ്റെ കയ്യിൽ പറഞ്ഞ് പവികാന്ത നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്ന നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു അല്ല, നീ അത് വിട്. നീ എന്ത് പറഞ്ഞു അവൻ്റെ അടുത്ത്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിന്റെ കുടുംബജീവിതം നീ കലക്കരുത്. അയാള് വേറെ ഒരു സ്ഥലത്തൊന്നും പെണ്ണ് കിട്ടാത്തതുകൊണ്ടാണ് ഈ പെങ്കൊച്ചിന്റെ പുറകെ നടക്കുന്നത്. അത് നടന്നു പോകണമെങ്കിൽ ഇല്ലാത്ത കാര്യമൊക്കെ നീ എന്തിനു പറയാൻ പോയത്? ഒരു സ്ഥലത്തു നിന്ന് പെണ്ണ് കിട്ടിയില്ലെന്ന് അതെന്തിനാണ്? മോശം വർത്താനമല്ലടാ നീ പറഞ്ഞു. അല്ല, ലോജിക്കലി നോക്കണമെങ്കിൽ ഇത്രയും പ്രായം കുറഞ്ഞ കൊച്ചിന്റെ പുറകെ നിങ്ങളെ പോലെ ഒരാൾ പോകുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ. ഞാൻ എന്തൊരു 50 വയസ്സ് കഴിഞ്ഞാടാ എനിക്ക്. കഴിഞ്ഞില്ലേ? 49 ആര് പറഞ്ഞു 49? 49 49 ഒരുമാതിരി അനാവശ്യം പറയില്ല കേട്ടടാ. നീയൊക്കെ കൂടെ വിവാഹ കമ്പോളത്തിൽ എൻ്റെ വില നീ ഇടിക്കും, മാർക്കറ്റ് വാല്യൂ. മനസ്സിലായില്ലേ? കമ്പോളത്തിൽ കയറ്റിയിട്ട് വേണ്ട ഇടിയേ. നിനക്ക് എത്ര വയസ്സായടാ? നിനക്ക് എത്ര വയസ്സായി? എനിക്ക് സാറിന്റെ ഒരു 5 വയസ്സൊക്കെ കുറവായിരിക്കും. ആർക്ക് കുറവ്? എനിക്ക്. കണ്ടാലും അങ്ങനെ ഐഡി പ്രൂഫ് ഒന്ന് തറയെ വീണപ്പോ ഞാൻ കണ്ട്. സാറിപ്പോ എന്റെ വയസ്സ് അന്വേഷിക്കാൻ വന്നതാണോ? ഞാൻ ഒരുപാട് തിരക്കിട്ടിരിക്കും. അവൻ്റെ അടുത്ത് പറഞ്ഞു വിലക്കാൻ പറഞ്ഞത് നീ എന്ത് ചെയ്ത്? ഞാൻ പറഞ്ഞു വിലക്കി. നീ മാങ്ങ പറിക്കാൻ പോയിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞു വിലക്കി സാറേ, ഞാൻ പറഞ്ഞു വിലക്കി. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, അയാൾ കെട്ടാണെങ്കിൽ കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞെന്തായി? അതൊക്കെ അവന്റെ പേഴ്സണൽ താല്പര്യങ്ങളല്ലേ, അതിപ്പോ നമുക്ക് അവനെ അങ്ങനെ പറയാം. വിലക്കൊന്നും നടന്നില്ല. അല്ല, അത് രക്തയോട്ടമുള്ള ഒരു ചെറുക്കനല്ലേ. അപ്പൊ എനിക്കെന്ത് രക്തയോട്ടം ഇല്ലേടേ? തളന്നല്ലേ ഓടണം. അല്ല അല്ല, ഒന്നുമില്ല സാറിന്റെ. പിന്നെ ഭയങ്കര ഊർജ്ജസ്വല്ലേ? അല്ല സാർ പറ, അവിടെ എന്തിനായിരുന്നു കുഞ്ഞു കിടന്ന പരിപാടി? ഫാൻ എടുത്തത്. ഞാൻ ഒരു കാര്യം പറയാം. സാറൊരു റെപ്യൂട്ടഡ് പോലീസ് ഓഫീസർ. അതെ, നീ പോലീസിന്റെ ഭാഷ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. ഞാനും ഒരു റെപ്യൂട്ടഡ് കമ്പനി നടത്തുന്ന ഒരു ആളാണ്. അഗ്നി ന്യൂസ് ചാനൽ അറിയാലോ. ഇവിടെ നിന്ന് തീ ഗോളങ്ങളാണ് നമ്മൾ ജനങ്ങളിലേക്ക്. ഗോളങ്ങളൊക്കെ നീ അവിടെ. ആ ഒരു റെസ്പെക്ട്, ഗിവ് ആൻഡ് ടേക്ക് വേണം. പറഞ്ഞ മനസ്സിലായ? എന്താ ഇപ്പൊ സാറിന് അവനെ വിലക്കിയിട്ടുണ്ട്. സാർ ധൈര്യമായിട്ട് അവനെ വിലക്കിയില്ലേ നീ? എന്നിട്ടാണ് അതാ ഇത് കണ്ടത്, ഈ പോക്കറത്തിന് നീ കണ്ടത്. മുട്ടി എനിക്ക് തന്നെ ചെയ്യാം. ആർക്കടാ മുട്ടി നിൽക്കണത്? ഇല്ല, ഞാൻ ഇവിടെ പറഞ്ഞത് താണ്ട് ഇതേ മുട്ടി നിൽക്കുന്നതാണ്. ഇത് ഇപ്പൊ ഗ്യാപ്പ് വീണ് ഞാൻ എഴുന്നേറ്റപ്പോഴേ. പിന്നെ നീ വിലക്കിയവനാണ് ഇതാ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, വിത്ത് മൈ ലവ് എന്ന്. എന്ത് ഗ്ലാമർ അല്ലേ, നല്ല ചാർച്ച ചെറുക്കാനും പെണ്ണും. എടാ, ഇത് ക്രിമിനൽ ഒഫൻസ് ആണ്, ക്രിമിനൽ. മനസ്സിലായില്ലേ? അത് ഗ്ലാമർ ആയിട്ട് ഫോട്ടോ എടുക്കും. അതല്ല, പിന്നെ അവളുടെ സമ്മതത്തോടു കൂടി അല്ല ഫോട്ടോ എടുത്തിരിക്കുന്നത്. അതിനെന്ത് കുഴപ്പം? അവന്റെ സെൽഫി അല്ലേ അത്? ഇത് കേസാണ്, പോലീസ് കേസാണ്. നീയും കൊടുക്കും, അവനെ സപ്പോർട്ട് ചെയ്യുന്ന നീയും കൊടുക്കും ഫ്രാൻസിസ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എങ്ങനെയാണ് ഇത് കുരുങ്ങുന്നത്? ഞാൻ എങ്ങനെയാണ് കുരുങ്ങുന്നത്? ഞാൻ അവന്റെ കൂടെ ആ ഫോട്ടോയിലുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഞാൻ കുരുങ്ങുന്നത്? ആ സെൽഫിയിൽ അവൻ എന്നെ വിളിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ കുരുങ്ങും? എന്റെ പൊന്ന്, എന്ത് പേര്? അഗ്നി ഫ്രാൻസിസ്. ആ സംഭവം തന്നെ. അത് ഇത് നീയും കൊടുക്കും, നീ അകത്താവും. ഇതാ നിങ്ങൾ തോന്നിയാസം പറയരുത്. അകത്താവും. വന്നിരി, നിന്നെ തന്നെ ഞാൻ കാണായിരുന്നു. ഇരി. ഞാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ ആരാണ്? അളിയന്റെ സുഹൃത്ത്, ഈ പത്രം നടത്തുന്ന ആള് ആണല്ലോ. അല്ലാതെ ഞാൻ വിവാഹ ബ്രോക്കർ ഒന്നും അല്ലല്ലോ. ആര് പറഞ്ഞളിയാ? പറയുന്നവരുണ്ട്, നീയും രുക്കും തമ്മിൽ ഇഷ്ടമായിരുന്നു, ഞാൻ ഇടപെട്ട് അത് നടത്തി തന്നു. ആണല്ലോ, അത് നീ എൻ്റെ സുഹൃത്തായതുകൊണ്ട് മാത്രം അല്ലേ? ആണല്ലോ. അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അല്ലെന്ന് പറയുന്നു. ആര്? ഇവിടെ ഇദ്ദേഹം പറയുന്നു. നിനക്കറിയാമോ, ഇയാള് 2 ദിവസമായി, ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഓഫീസിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. എന്നെ കൊല്ലും, എന്നെ പിടിച്ച് ജയിലിലിടും, എൻ്റെ ഓഫീസ് ബോംബിട്ട് നശിപ്പിക്കും. നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്, മനസ്സിലായില്ലേ? യവനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്. സാറേ, ഞാൻ ഒന്ന് എന്റെ പെണ്ണിനെ, എന്റെ മുളപ്പെണ്ണിനെ നീ അടിക്കുന്നു. അത് വിട്, അത് കഴിഞ്ഞു. അത് അവന്റെ ഭാര്യയായി കഴിഞ്ഞു. സാർ വിട്. എൻ്റെ ഒരു പ്രാവശ്യം ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ മുറപ്പെണ്ണിനെ അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കഴിവ് കേടല്ലേ അത്? ആണോ? പിന്നെ എന്തിനാണ് വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവളിപ്പോ എന്റെ ഭാര്യയാണ്, സന്തോഷമായി ജീവിക്കും. ആര് പറഞ്ഞാ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന്? സന്തോഷം എന്തോ അവള് മെനഞ്ഞാന്നിരുന്ന് കരയണം ഞാൻ കണ്ട്. അത് കണ്ണി പൊളിയായിട്ടായിരിക്കോടാ. വല്ലവന്റെ വീട്ടിൽ ചെന്ന് പെണ്ണ് കരയണത് ഒളിഞ്ഞു വെക്കാൻ നാണല്ലേ? ഞാൻ അവിടെ മൂലയിൽ പോയിരുന്നു കണ്ടോളൂ. നിനക്ക് മൂല ഇരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ.